പ്രയാഗ്രാജിൽ വന്നപ്പോൾ നമ്മൾ പലപ്പോഴും മലയാളികളെ തിരിയാറുണ്ട്. പക്ഷേ മലയാളികളെ കുറേ ആളുകളെ കണ്ടു. ഒപ്പം ഒരു അയ്യപ്പ ക്ഷേത്രവും പ്രയാഗ്രാജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന് കാണാനുള്ളൊരു വലിയ സൗഭാഗ്യമുണ്ടായി. ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ തത്വമസി എന്ന ബോർഡ് ഇവിടെ നമ്മൾ മലയാളത്തിൽ കാണുകയാണ്. ഒപ്പം അയ്യപ്പ ദേവാലയം എന്നുള്ളതും എഴുതി കാണുന്ന പശ്ചാത്തലമുണ്ട്. അയ്യപ്പൻ്റെ ചിത്രവും അവിടെ പതിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ഹൃദയഭൂമിയിൽ പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നിവ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിന്റെ നാടായ പ്രയാഗ്രാജിൽ നിലകൊള്ളുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ് പ്രയാഗ്രാജ് അയ്യപ്പ ക്ഷേത്രം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള കേരളത്തിലെ ശബരീശന്റെ അതേ ചൈതന്യവും പൂജാവിധിക്രമങ്ങളുമായി ഈ ക്ഷേത്രം ഉത്തർപ്രദേശിലെ മലയാളി സമൂഹത്തിന് ഒരു ആത്മീയ അഭയ കേന്ദ്രമാണ്. ഉത്തരേന്ത്യൻ മണ്ണിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ദക്ഷിണേന്ത്യൻ ശൈലിയിൽ, പ്രത്യേകിച്ച് ശബരിമലയുടെ മാതൃകയിൽ ഒരു കൂട്ടം വിശ്വാസികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ഈ ക്ഷേത്രം കേരളീയ സംസ്കാരത്തിന്റെയും ഭക്തിയുടെയും ഒരു നേർസാക്ഷ്യമാണ്. 12 കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത്. എല്ലാം ഭംഗിയായിട്ട് അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് എല്ലാം കാര്യങ്ങളും നടക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങൾ മണ്ഡലമാസം 41 പ്രോഗ്രാം, 5 അന്നദാനവും 5 പൂജയെല്ലാം നടക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി 3 ഞങ്ങളുടെ ഇവിടുത്തെ പ്രതിഷ്ഠ ഉത്സവമാണ്. അന്ന് ഭഗവാനെ വെളിക്ക് നമ്മൾ എഴുന്നള്ളിച്ച് എല്ലാ പരിപാടികളും അന്നദാനവും എല്ലാം ഉണ്ട്. പ്രയാഗ്രാജ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ശബരിമലയിലെ അതേ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാക്രമങ്ങളും സമയക്രമവുമാണ്. ദീപാരാധന, അത്താഴപൂജ, ഉഷപൂജ തുടങ്ങിയ എല്ലാ ചടങ്ങുകളും ചിട്ടയോടെ നടക്കുന്നു. ശബരിമലയിൽ പുലർത്തുന്ന ശുദ്ധിയും ബ്രഹ്മചര്യ ചിന്തകളും ഇവിടെയും പാലിക്കാൻ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇത് വടക്കേ ഇന്ത്യയിൽ കഴിയുന്ന മലയാളി സമൂഹത്തിന് തങ്ങളുടെ വേരുകളോടും പരമ്പരാഗത ആചാരങ്ങളോടും കൂടുതൽ അടുപ്പം നൽകുന്നു. प्रयागराज का एक ही मंदिर है, इकलौता मंदिर है जी। पूजे का विशेषता वही जो टाइमिंग वहाँ का है सबरीमला का है, सेम टाइमिंग यहाँ भी है, सेम पूजा भी वही है। मकर संक्रांति में तो हो चुका, अभी 3 फरवरी को हमारा प्रतिष्ठा उत्सवम है, वो फंक्शन होना है। കേരളത്തിൽ പോയി ദർശനം നടത്താൻ സാധിക്കാത്തവർക്ക് അതേ ചൈതന്യത്തോടെ ഭഗവാനെ ഇവിടെ തൊഴാനാകുന്നു എന്നത് ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നു. ഈ ക്ഷേത്രം ഉത്തർപ്രദേശിലെ മലയാളി സമൂഹത്തിന്റെ അചഞ്ചലമായ കൂട്ടായ്മയുടെയും സാംസ്കാരിക കൈമാറ്റത്തിന്റെയും കേന്ദ്രമാണ്. ദൂരദേശത്ത് ജീവിക്കുമ്പോഴും തങ്ങളുടെ വിശ്വാസത്തെയും പൈതൃകത്തെയും കൈവിടാതെ സംരക്ഷിക്കാനുള്ള ഈ സമൂഹത്തിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും കാരണം. ഓരോ പൂജയിലും ഉത്സവത്തിലും അവർ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു കുടുംബ സംഗമം പോലെ ഊഷ്മളമാകുന്നു. ശബരിമലയിലെ പോലെ തന്നെ പ്രയാഗ്രാജ് അയ്യപ്പ ക്ഷേത്രത്തിലും മണ്ഡലകാലം അത്യധികം പ്രാധാന്യത്തോടെയാണ് കൊണ്ടാടുന്നത്. ഈ 41 ദിവസവും ഇവിടെ മുടങ്ങാതെ പൂജകളും വിശേഷാൽ കാര്യങ്ങളും നടക്കുന്നു. ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്ന ഈ ദിനങ്ങളിൽ 5 അന്നദാനങ്ങളും 5 പ്രധാന പൂജകളും നടത്തപ്പെടുന്നു എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൽ അന്നദാനവും മറ്റു പ്രധാന ചടങ്ങുകളും പ്രധാനമായും 5 വിശേഷാൽ ദിനങ്ങളിലാണ് നടത്തപ്പെടുന്നത്. മണ്ഡലമാസം 1 ഇതിൽ പ്രധാനം. അന്നാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത്. കൂടാതെ ഭഗവാന് വിളക്കുകൾ സമർപ്പിക്കുന്ന പ്രത്യേക ദിനങ്ങളായ 12 വിളക്ക്, 41 വിളക്ക് എന്നിവയും പ്രധാനമാണ്. മണ്ഡലമാസം 1 12 വിളക്ക്, മകരവിളക്ക് 41, പിന്നെ ഭഗവാന്റെ ഇവിടെ പ്രതിഷ്ഠ ദിനത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ ഇവിടെ. നമ്മുടെ നാട്ടിലെ എല്ലാം വിധിവിധാനത്തോടെ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്ന നാട്ടിലെ നമ്മുടെ പുതുശ്ശേരി മഠം ബ്രഹ്മശ്രീ ഹരീശൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ തന്ത്രി. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിന്റെ അതേ പവിത്രതയോടെ മകരവിളക്ക് ദിവസം മകരസംക്രമ പൂജകൾ നടത്തുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി 3 ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം. അന്നാണ് ഏറ്റവും വിപുലമായ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 3 ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നു. ഇത് കേവലം ഒരു വാർഷികോത്സവം എന്നതിലുപരി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവ ദിവസമാണ്. അന്നേ ദിവസം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കേരളീയ ക്ഷേത്രോത്സവങ്ങളുടെ അതേ പ്രൗഢിയോടെ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ശബരിമലയിലേതുപോലെ തന്നെയുള്ള എല്ലാ ചടങ്ങുകളും ഈ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നു. ഇത് ഉത്തരേന്ത്യൻ ഭക്തർക്ക് കേരളത്തിലെ ക്ഷേത്രാനുഭവം അവരുടെ ദേശത്തു തന്നെ ലഭ്യമാക്കുന്നു. പ്രയാഗ്രാജ് അയ്യപ്പ ക്ഷേത്രം ഒരു ഭക്തി കേന്ദ്രം എന്നതിലുപരി ഒരു സാംസ്കാരിക പാലമാണ്. വടക്കും തെക്കും തമ്മിലുള്ള വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും ഈ സംഗമം ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യമായ ഒത്തൊരുമയാണ് സൂചിപ്പിക്കുന്നത്. മലയാളി സമൂഹം തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിലൂടെ പ്രയാഗ്രാജ് എന്ന ഈ പുണ്യനഗരത്തിൽ ശബരിമലയുടെ തിളക്കമുള്ള ഒരു പ്രതിച്ഛായ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രം
കാലദേശങ്ങൾക്കപ്പുറമുള്ള വിശ്വാസത്തിന്റെ ദൃഢതയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ്.